അപ്പോൾ ഗൈസ് എല്ലാവർക്കും പെർഫ്യൂമിൻ്റെ പുതിയൊരു ഡിസൈൻ ഗൈസ്. നമ്മുടെ സ്കിൻ എന്താണെന്ന് അറിയാം ഗൈസ്. ഇതുമായിട്ട് റെഡി ആയിട്ടില്ല. അത് നീ പോട്ടെ, സ്കിന്നില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മളെ മനസ്സിലാവില്ല, നമ്മളെ അറിയണ്ടല്ലേ. നമ്മൾ നമ്മുടെ ബഗ് ഗ്രൂപ്പിൽ തന്നെ ബഗ് ഗ്രൂപ്പിൽ തന്നെയാണ് ഗൈസ്. ഇപ്പോഴാണ് നമ്മളെ കോർഡിനേറ്റ്സ് ഓഫിക്ക് അടിയെടുത്ത് നമ്മൾ സൗണ്ട് വരുന്നുണ്ട്. ഒരു കേവ് ഉണ്ട് ഈ സൈഡിൽ ലൈറ്റ് വെച്ചില്ല, ഇനി ഓർഡർ ഫസ്റ്റ് പോയിൻ്റ് ഓരോ കാര്യങ്ങളെ. അതുപോട്ടെ, നമ്മളൊരു ഇത്തിരി അപ്ഗ്രേഡൊക്കെ ആയിട്ടുണ്ട്, അപ്ഡേറ്റ് ഒക്കെ ഉണ്ട്. ബേക്കിലൊരു വലിയ കണ്ടോ, ഞാൻ ഉണ്ടാക്കിയതാണ്. എന്നെ വ്യൂ നോക്കുമ്പോൾ അപ്പോൾ ഞാൻ നമ്മൾ പറഞ്ഞിരുന്നു എനിക്കൊന്ന് നല്ലപോലെ അയ്യണ്ണന് വേണ്ടി മൈനിങ്ങിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും നല്ലപോലെ അയ്യണ്ണന് വേണ്ടി മൈനിങ്ങിന് പോയിട്ടുണ്ട് ഗൈസ്. എന്താണ് പ്രോബ്ലം എന്ന് എനിക്കറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ ബേക്കായി പോകുന്നുണ്ട്. അതായാലും പോട്ടെ. അന്ന് ഞാൻ കുത്തിരുന്ന് നമ്മൾ അയ്യാണൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ വാർമറും ഷീൽഡും പിന്നെ അതൊക്കെ ടൂൾസൊക്കെ സെറ്റാക്കിയിരുന്നു. ഒരു വട്ടം ഞാൻ ഇതൊക്കെ സെറ്റാക്കിയിട്ട് വീണ്ടും 3D എൻ്റെ ക്യാപ്പിനായിട്ട് വീണ്ടും മൈനിങ്ങിന് പോയി തീർന്നു. മഴ. അപ്പോൾ ഗൈസ് നമ്മൾ ഒരു വട്ടം ഉണ്ടാക്കി ആർമറൊക്കെ ലാവിൽ പോയി ഗൈസ്. നമ്മൾ വീണ്ടും രണ്ടാമത് കുത്തിരുന്നതാണ്. അതുകൊണ്ട് കറയിക്കും കുറേ കഷ്ടപ്പാടൊന്നും. നമുക്ക് ഇത്തിരി അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടായി ഞാൻ പറഞ്ഞത്. കുത്തിരി നമ്മൾ ചേട്ടാട്ടോ കൈസ്. നമ്മൾ ഫുൾ അയ്യണാറൊക്കെ ചെയ്ത് എനിക്ക് അയ്യണാറിൻ്റെ അതൊക്കെ ഇത്തിരി നിസ്സാരമാണ്. പക്ഷേ നല്ല ഹാർഡ് അയ്യണാറൊക്കെ ഉണ്ടാകുന്നത് വളരെ സിമ്പിൾ. പക്ഷേ നിങ്ങൾക്ക് അറിയാതിരിക്കില്ല, ഒരു വട്ടം രാവിലെ വീണിട്ട് ഇത്ര തങ്ങൾ വീണ്ടും ഉണ്ടാക്കണമെങ്കിൽ വീണ്ടും നല്ലപോലെ മൈനിങ് വേണം, കഷ്ടപ്പെടണം. അപ്പം ഞാൻ നല്ലപോലെ കഷ്ടപ്പെടുന്ന മനസ്സിലാണോ. ആദ്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ ഈ കുതിര വേറെ ആരല്ല സെൻറ്റ് തന്നെയാണ്. ഞാൻ ഒരു കുതിരനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കുതിരയാണ്. അത് നമ്മുടെ ബേസിന് എല്ലാവർക്കും ഞാൻ ഓടിക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ കുതിര നമ്മുടെ എല്ലാവരുടെയും കുതിരയാണ്. ഒന്ന് പുറത്തേക്ക് ഇറങ്ങട്ടെ. ഈ കുതിര നമ്മുടെ കുതിരയ്ക്ക് നല്ലൊരു പേര് നിങ്ങൾ സജസ്റ്റ് ചെയ്യും പ്ലീസ്. കുതിര എനിക്ക് കിട്ടുക വെച്ചാൽ അവിടെ നമ്മുടെ ഏരിയയിൽ പോയപ്പോൾ ഞാൻ നമ്മുടെ മൈനിങ് ഏരിയയിൽ പോയപ്പോഴേ മൈൻ ഷാഫ്റ്റ് ഇല്ല, അതിൻ്റെ സൈഡിൽ കൂടെ ഏത് തൊള്ളയുടെ ഉള്ളിൽ കൂടെ പോയപ്പോൾ ഏതൊരു അതിൻ്റെ ഉള്ളിൽ കൂടെ പോയപ്പോൾ ഒരു ഇതുണ്ട് സ്പോണർ. അങ്ങനെ 2 സ്പോണർ കിട്ടി. ആ സ്പോണറിൻ്റെ ഉള്ളിൽ സൈഡിൽ എടുക്കണ്ടായിരുന്നു. അത് നമ്മുടെ സോമ്പയുടെ സ്പോണറാണ്. കൊണ്ട് പിന്നെ SP ഫാം ആക്കിയിട്ടില്ലാണ്ട് വേറെ ഉപകാരം ഉണ്ടാവില്ല. എന്നുവെച്ചാൽ അത് ഫാമൊന്നും ആക്കണ്ട. എന്നായിരുന്നു സൈഡിൽ നമുക്ക് കിട്ടി കേസ്. അത് പേടിയായിരുന്നു. അത്ര സൈഡിലാണെന്ന് ഞാൻ പറയില്ല, ഇത്തിരി സൈഡിൽ കിട്ടിയാൽ പിന്നെ കാണിച്ചിട്ട് നമുക്ക്. ഇപ്പോൾ ആ ഒരു സൈഡിലുണ്ട് ഞാൻ കുറേ തപ്പി കേസ്. ഇതിനാണെങ്കിൽ മോബ് സ്പോണിങ് കുറവാക്കിയിട്ട്, കാരണം പബ്ലിക് സെർവറാണല്ലോ. മോബ് സ്പോണിങ് കുറേ ഉണ്ടെങ്കിൽ ഫുൾ കൊടുക്കുക ലാഗൊക്കെ ആയിരിക്കും. ഇപ്പം ലാഗ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഏരിയ നല്ല ഭംഗിയുണ്ട് അല്ലേ. ഞാൻ പറഞ്ഞു അപ്പം ഞാൻ ഏറ്റവും കുറേ തപ്പിയിട്ടാണ് ഈ കുതിര മച്ചാൻ നമുക്ക് കിട്ടിയത്. സൈഡുണ്ടായിട്ടുണ്ട് അതിന് കുതിരനാണ്ടേ. എന്നിട്ട് അവസാനം നമ്മൾ ഇവനെ അങ്ങോട്ട് നമ്മുടെ കുതിരയ്ക്ക് വെച്ച് നല്ലൊരു പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. അത്യാവശ്യം നമ്മുടെ സ്പീഡൊക്കെ ഉണ്ട്. നമ്മൾ നടക്കുന്നതായിട്ട് കൂടുതലുള്ള സ്പീഡാണ്. അതും മതി ഗൈസ് എനിക്ക്. നമ്മൾ നടക്കുന്നതായിട്ട് കൂടുതലുള്ള സ്പീഡുണ്ട് ഗൈസ്. അത്യാവശ്യം നല്ല സ്പീഡുണ്ട്. എനിക്ക് ഇത്ര പരിഹരിക്കാരം മോബ് ഫോണിൽ കുറവാണ്. കുതിരനെ കിട്ടിയതിനെ വലിയ കാര്യം. അത് ഇത്ര സ്പീഡുള്ളൂ. 2 എണ്ണത്തിന് കിട്ടി. രണ്ടാമത്തേനാണ് ഞാൻ നോക്കിയത്. മറ്റേ സ്പീഡ് കുറവായിരുന്നു. അപ്പം ഞാൻ അതിനവിടെ വിട്ടു. എൻ്റെ ചാട്ടൊക്കെ ഉണ്ട്. ഉണ്ടോ സ്പീഡ് ഉണ്ടോ? നമുക്ക് ഇങ്ങനെ ചാടി കൊടുത്താൽ അയ്യോ അത് കടന്നു പോയാ. അടിച്ചു പോയി. വിചാരിച്ചു എൻ്റെ കുതിര ചത്തു. എൻ്റെ കുതിര എങ്ങനെ ചത്തിയാണ്ടല്ലോ സാറ് ഞാൻ കത്തിക്കില്ലെങ്കിലും കുതിര വെച്ചാൽ ചേട്ടാ അവിടെ കിടന്നോട്ടാ. അയ്യോ എന്താ സംഭവം? ലേഖാന്ന് ഉണ്ടാകും. ഇത്തിരി ഫുഡ് കൊണ്ട് കൊടുക്കട്ടെ. ഓക്കെ ഇപ്പോൾ എൻ്റെ ഹെൽത്തൊക്കെ ഫുള്ളായിട്ടുണ്ട്. ഇനി എൻ്റെ ഹെൽത്ത് സെറ്റ്. പിന്നെ അവിടെ ഇത് നമ്മൾ സെർവറിൽ കയറിയിട്ടില്ല. പിന്നെ അവർക്ക് എല്ലാവർക്കും വേണ്ടി ഒരു സർപ്രൈസ് ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ കാണിച്ചുതരാം. ഗിഫ്റ്റ് ഫോർ ഓൾ മെമ്പേഴ്സ്. അത്ര ഗിഫ്റ്റും അല്ല. എൻ്റെ ഹോട്ട് ബാറിൽ നിങ്ങൾക്ക് കാണാം ഗിഫ്റ്റ് എന്താണ്. മധുരം ആണോ
5 അയൺ 5 സ്പൈ ഗ്ലാസ് മേലെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഫീൽഡ്സ് സാധനങ്ങളൊക്കെയാണ്. സ്പൈ ഗ്ലാസ് ആണെങ്കിൽ പിന്നെയും നല്ലതുള്ളൂ. അത്ര റയറെന്നല്ലെങ്കിലും നമുക്കിപ്പോൾ അതേ കൊടുക്കാൻ പറ്റുള്ളൂ. കയ്യിൽ അത്ര റയറെന്നല്ലെങ്കിൽ നമുക്കിപ്പോൾ അതേ കൊടുക്കാൻ പറ്റുള്ളൂ. അതിനുള്ള ഫണ്ട് നമ്മുടെ കയ്യിൽ പുള്ളൂ. നമുക്ക് ഇനി ഡയമണ്ടൊക്കെ കണ്ടുപിടിച്ചിട്ട് സെറ്റാണ്. പക്ഷേ ഞാൻ നിങ്ങൾ പറഞ്ഞിരുന്നു നമ്മുടെ നോഡ് ബ്രോ ആയിരുന്നു നമ്മുടെ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ റിച്ച് എന്ന്. ഇപ്പോൾ ആരാന്ന് ഞാൻ കാണിച്ചു തരാം. അത്ര നമ്മുടെ ഈ ഏരിയയിൽ കേട്ടോ, അതായത് നമ്മുടെ ഈ ബേസ് നമ്മുടെ ഈ ടീമിൻ്റെ ഏറ്റവും റിച്ച് നോഡ് ബ്രോ ആയിരുന്നു. 23 അയ്യാണായിരുന്നു അവിടെ റിച്ച്. ഇപ്പം നോക്കോ ഒരു സ്റ്റാക്കും 18 അയ്യാണ് കണ്ട. ഇപ്പം ആരാ റിച്ച് എന്ന് പറ, ബാക്കിയുള്ള ഞാൻ പ്ലേ ചെയ്യണം. ഇക്കാലത്തേക്ക് ഇപ്പോൾ ഇവിടുത്തെ റിച്ച് ഞാനാണ് ഗൈസ്. ഇനി വേറെ ആയാലുണ്ടോ എനിക്കറിയില്ല ഗൈസ്. ഇനി നമുക്ക് ഇത്തിരി പ്ലാനൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. വരട്ടെ ഇങ്ങോട്ട് ഓടി വാ. ഇവിടെ കണ്ട മുറിച്ചിട്ട് കണ്ട ഈ നോഡ് ക്രാഫ്റ്റ് ബ്രോയാണ് ഇവിടെ ഇങ്ങനെ വന്നിട്ട് മറ്റേ എലി വന്നിട്ടിരുന്ന പോലെ മുറിച്ചിട്ടാണ് വെറുതെ പറഞ്ഞത്. ഓക്കെ, അതുപോലെ മുറിച്ചിട്ടാണ് അത് ഇനി ഫുള്ള് നമുക്ക് ഷവലുകൊണ്ടൊക്കെ ഫുള്ള് ക്ലീൻ ആക്കണം. അതാണ് അതിൻ്റെ അടിയിൽ ഒരു കേവ് ഉണ്ട്, അത് അടിച്ച മൂടെന്നൊക്കെയാണ് പറഞ്ഞത്. അറിഞ്ഞൂടാ, ഫുള്ള് ക്ലീൻ ആക്കണം. എന്തായിരിക്കും നമ്മുടെ ഇനി അടുത്ത 2-3-4 ദിവസത്തെ പണി. ഓക്കെ, പിന്നെ വേറെ ഇതാണ് നമ്മുടെ പട്ടിക്കുട്ടീനെ ഞാൻ കാണിച്ചിട്ടില്ല. പട്ടിക്കുട്ടിക്ക് നല്ലൊരു പേരും കൂടി പറഞ്ഞവർക്ക് കണ്ടാ നീല ഇതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഡൈയൊക്കെ കൊടുത്തിട്ട്. പിന്നെ ഈ മരം ഞാൻ മുമ്പ് വെട്ടിയിട്ടുണ്ടായിരുന്നു. വെട്ടി ഞാൻ പിന്നെ പുതിയതായിട്ട് നട്ടുകന്താണ് കേസ്. വീണ്ടും ഞാൻ തന്നെയാണ് വെട്ടി വീണ്ടും ഞാൻ തന്നെ വെച്ചിട്ടുണ്ട് കണ്ടാ ഞാൻ തന്നെ പുറത്ത്. പിന്നെ നമ്മുടെ ഇതാണ് നമ്മുടെ വലിയ ക്ലിയർ ആയിട്ട് കാണിച്ചാൽ അല്ലേ, ഇതാണ് ഡിസൈൻ. പിന്നെ ഇവിടെ എന്തിച്ചുള്ളതെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ പറയാ ഇവിടെയൊക്കെ ഒരു ബേസൊക്കെ വരുമെന്നാണ് പറയണത്. ഇനി എനിക്ക് അറിഞ്ഞോളൂ, ചിലപ്പോൾ ബേസ് വരും, ചിലപ്പോൾ വരാണ്ടിരിക്കും. ഇവിടെയൊക്കെ ഫുൾ സെറ്റാകും കേസ്. നമ്മൾ ഇനി ഇത്രയും അതിൻ്റെ ഉൾഭാഗം ഞാൻ കാണിച്ചത്. അതിൻ്റെ ഉൾഭാഗത്ത് എന്താണെന്ന് വെച്ചാൽ വീഴാണ്ടിരിക്കണേ അങ്ങനെ സ്നീക്ക് ആക്കണത്. ഗ്ലോ സ്റ്റോൺ ഞാൻ വെച്ചിട്ടുണ്ട്. നാളെ ഞാൻ നെതറിലുള്ള വെറുതെ ഒന്ന് പോയി നോക്കിയിരുന്നു കേസ്. വേറെ ഞാൻ പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല. വെറുതെ കയറിയപ്പോൾ ഞാൻ കുറേ മാഗ്മാനം ഉണ്ട്. അപ്പോൾ എനിക്ക് പേടി ഞാൻ തിരിച്ചുകൊണ്ട് പോകും. പേടിയായിട്ടില്ല, ഫുൾ ആർമർ സെറ്റായിട്ടില്ലോ. അവിടെ ഞാൻ വന്നു ഗോൾഡ് ആർമറൊക്കെ സെറ്റാക്കുന്നത്. അവിടെ ഒരു കുഴിയൊക്കെ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഇനി നമുക്ക് ഇതായിട്ട് അവിടെ 2 റെയിലുണ്ട് വെച്ചു. ഓക്കെ, പിന്നെ ഇനി പരിപാടി എന്താണെന്ന് വെച്ചാൽ അതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല കേസ്. ഇനി എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ വേണം. ഇതുവരെ ഇപ്പോൾ ആരും നമ്മുടെ സർവറിൽ ഇതുവരെ കയറിയിട്ടില്ല. പിന്നെ ഇത് ഞാൻ പറയാൻ പറഞ്ഞത് ഈ ലീവ്സ് ഉണ്ടോ കേസ്, ഒരു ഫെൻസ് വെച്ചിട്ട് ലീവ്സ് അത് ഞാൻ വെച്ചിരുന്നതാണ്. ഇപ്പോൾ ഒരു ഭംഗിയില്ല ഇപ്പോൾ കയറി പോകുമ്പോൾ ഒരു എൻട്രൻസൊക്കെ പോലെ നല്ല സെറ്റായി. അതിന് വേണ്ടി ഞാൻ വെച്ചിരുന്നതാണ് കേസ്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയാം. എനിക്കിപ്പോൾ കണ്ട ഇപ്പോൾ ഇത്ര രസമായി കേസ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോൾ ഷെയ്ഡറൊക്കെ ഇട്ട് നോക്കി മുകളിലത്തെ സൂര്യൻ്റെ വെളിച്ചൊക്കെ വരുമ്പോൾ എന്തൊരു നല്ലൊരു വൈബിനെ കിട്ടണം കേസ്. പോയി പറഞ്ഞു സീനാട്ടോ. പക്ഷേ കുറച്ച് ചൂടാണ് മാത്രം. ഇത്തിരി കൂടി ഒപ്റ്റിമൈസ് ചെയ്യേണ്ടത് അവർ. പിന്നെ ആരോട് അതിൻ്റെ ഒരു ഫാൻസ് ചെയ്യാൻ തന്നെയാണല്ലേ. ഇത്തിരി ഒപ്റ്റിമൈസ് ചെയ്തിട്ട് ഇത്തിരി കൂടി സെറ്റായാൽ ഇത്തിരി കൂടി നമുക്ക് നല്ല ഡിവൈസിലൊക്കെ ഇത്തിരി കൂടി സുഖമായിട്ട് കളിക്കാൻ പറ്റും. ഇപ്പോൾ അത്ര ലാഗൊന്നും എനിക്കില്ല, നിങ്ങൾക്കില്ല എന്നാണ് എൻ്റെ ഒരു ഉറപ്പ്. കണ്ട ഇവിടെ വെള്ളഡായി ഉണ്ടായിരുന്നില്ല, കുറവായിരുന്നു. അപ്പോൾ ഞാൻ ബോൺ എടുത്തിട്ട് ബോൺ മില്ലാക്കിയിട്ട് വൈഡാക്കിയിട്ട് അടിച്ചു കൊടുത്താണ് അത് സൈഡിക്ക്. ഇനി പിന്നെ വേറെ ഇത്തിരി പ്ലാനുകളൊക്കെ ഉണ്ട് എൻ്റെ മുകളിൽ. എൻ്റെ മുകളിലല്ല, എൻ്റെ തലയിൽ, എൻ്റെ മുകളിൽ നിന്നൊക്കെ കുറേ മെസ്സേജൊക്കെ വരും. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കളിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ബഗ് ബ്രോക്ക് നമ്മുടെ ATG എന്ന് പറഞ്ഞിട്ട് ചാനലുണ്ട്, അതിൽ നോക്കിയാൽ മതി കേസ്. ATG എന്ന് മൈൻക്രാഫ്റ്റ് നോക്കിയാൽ മതി. ഇവിടെ പിന്നെ ആരോ ക്യാരറ്റൊക്കെ നട്ടിട്ടുണ്ട് കേസ്. അത് മായ ബ്രോ ആയതുകൊണ്ട് അങ്ങനെ. പിന്നെ എന്താ വെച്ചാൽ ഇപ്പോൾ പറയാനുള്ളത് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറയില്ല. ഈ വെള്ളത്തിൽ നമുക്കൊരു ഷിപ്പ് പണിയണം. അത് നമ്മൾ കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് കേസ്, വെള്ളത്തിൽ ഷിപ്പ് പണിയുന്നത്. നമ്മളെന്തായാലും പണിഞ്ഞിരിക്കും. ഇപ്പം എന്തായാലും നമ്മൾ പണിഞ്ഞിരിക്കും കേസ്. പിന്നെ ഇപ്പം എന്താ ചെയ്യേണ്ടത് അത് ഞാൻ ആലോചിക്കുന്നത് ലാഗായി സെറ്റായതുകൊണ്ട് ഈസ് ഓക്കെ. നമ്മളൊക്കെ മറ്റേ നമ്മുടെ സോംബിയുടെ നിങ്ങൾ ഫാം ആക്കണമെന്ന് പറഞ്ഞത് SP ഫാം. അതിപ്പോൾ അവർ പിന്നെ ഇവിടുത്തെ ഈ നമ്മുടെ എന്താ മോപ്പത്തിനൊക്കെ ഒടുക്കത്തെ ഇതാണ് കേസ്. HP കുറേ അടിച്ചിട്ട് സാധാ സ്വിങ്ങടി ഒടുക്കത്തെ HP കൂടുതലാണ്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഒന്ന് ശരിയാക്കണം. അല്ലെങ്കിൽ നമുക്ക് ഫാമൊക്കെ കൊടുക്കുമ്പോൾ സെറ്റാക്കാൻ പറ്റില്ല. ഈ ഏരിയ ഉണ്ട് അവിടെ നമ്മൾ ഷിപ്പ് പണിയാകുമ്പോൾ നല്ലൊരു ചെറിയൊരു ഷിപ്പ് ശുഭദിനം. അപ്പം നമ്മൾ വീണ്ടും കയറിയിട്ടുണ്ട്. അങ്ങനെയൊന്നും നമ്മളെ തളർത്താനൊന്നും പറ്റില്ലേ. അത്രയുള്ളൂ. നമ്മൾ സീനെന്ന് അറിയാലോ. വീഡിയോ ഒന്ന് അല്ലെങ്കിൽ വേണ്ട നമുക്ക് അവിടേക്ക് കാണിച്ചാൽ അവിടെ നല്ല ചെറിയൊരു ഷിപ്പ് ഇട്ടാ വലുതായ ആ സ്ഥലം അങ്ങോട്ട് ഭംഗിയിലുണ്ടായി പോകും. അവിടെ ചെറുതായിട്ടൊരു പണിയാണ്. ഞാൻ ഒന്ന് യൂട്യൂബിലൊക്കെ നോക്കി അല്ലെങ്കിൽ എൻ്റെ ഒരു എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് സെറ്റാക്കട്ടെ. ബാനറൊക്കെ വേണം കേസ്. എന്തായാലും നമ്മൾ ഇപ്പം നമുക്ക് അതൊന്നും കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ഈ വൂള് വെച്ച് സെറ്റാക്കേണ്ടി വരും. അത് ഷിപ്പിൻ്റെ മുകൾ ഭാഗം അത് പണിഞ്ഞേണ്ട് കാണിച്ചിട്ട് കേസ്. ഇപ്പോഴെന്തായാലും വീടില്ല, അടുത്ത വീട് എന്തായാലും നമ്മൾ നോക്കട്ടെ. ഇപ്പം നമുക്ക് ഇവിടെ തന്നെ വെച്ച് നമ്മുടെ വീടും കൂടെ എൻഡ് ചെയ്യാമല്ലേ.
അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീട് നമ്മളെന്തായാലും ഇവിടെ നിർത്തണം ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. സെറ്റ് ഗൈസ്, കമൻറ്റൊക്കെ ചെയ്യും. ഞാൻ പറഞ്ഞ പേരുകളൊക്കെ ഇത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നിർത്തണം. അപ്പോൾ ബൈ, പീസ് ഔട്ട്.